അപ്പോൾ ഇന്നൊരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചിക്കൻ പൊട്ടിത്തെറിച്ചത്, ചിക്കൻ റിബൺ ചിക്കൻ എന്നൊക്കെ പറയുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം കിച്ചണിൽ ചിലവഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ജസ്റ്റ് നമ്മളൊന്ന് ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി ചെയ്യും. അപ്പോൾ നമുക്ക് ഈ റിബൺ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം ഞാൻ ഇതുപോലത്തെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബ്രസ്റ്റ് പീസ് അങ്ങനെ തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ നീളത്തിലൊക്കെ കട്ട് ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. എന്ത് തന്നെ ആയാലും നിങ്ങൾ തിക്നെസ് കുറച്ചിട്ട് വേണേ കട്ട് ചെയ്തെടുക്കാൻ, അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു സ്പൂണോളം കട്ടത്തൈര്, പുളിയില്ലാത്ത തൈരാണ്, പിന്നെ ഒരു സ്പൂണ് സോയാ സോസ്, പിന്നെ നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ്, ഇതൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് അരമണിക്കൂറിന് ശേഷം ഇത് ഫ്രൈ ആക്കുന്ന സമയത്ത് ഇതിൽ ഒരു മുട്ടയുടെ വെള്ള കൂടി ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് ചിക്കൻ ആദ്യം വെള്ളമൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം വേണം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ. ഇനി നമുക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ്. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ച കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ വീട്ടിൽ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ ഞാനിതൊരാഴ്ച മുന്നേ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തതായിരുന്നു. അപ്പോൾ ഞാൻ മുന്നേ ഒരു സമൂസ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്ന്. അപ്പോൾ ഞാൻ ഇതുപോലെ റിബൺസ് ആയിട്ട് ഇതിനെ കട്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇതിൽ ഒരു സ്പൂണോളം കോൺഫ്ലവർ ഇതുപോലെ ഒന്ന് തൂകിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പരിപാടികളും കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഇതിൻ്റെ പരിപാടി നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മുട്ടയുടെ വെള്ളം മുഴുവനായിട്ട് എടുത്തിട്ടില്ല, കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു പകുതി മുട്ടയുടെ വെള്ളയാണ് ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് റിബൺസുമായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കേണ്ട പരിപാടിയാണ്. എന്നിട്ട് ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കുക. നമ്മളിത് കുറേ നേരം വെച്ച് ആ ക്രിസ്പിനെസ് പോകുമെന്നൊന്നും പേടിക്കേണ്ട. ചൂടോടുകൂടിയാണ് നല്ല ക്രിസ്പി ഉണ്ടാവുക. പക്ഷേ തണുത്ത് കഴിഞ്ഞാലും അത്യാവശ്യം ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും ഈ ഒരു സ്നാക്ക്. അത് നല്ലൊരു ഇതാണ്. കാരണം നമുക്ക് ഇഫ്താറിൻ്റെ സമയം അടുക്കുമ്പോൾ ഫ്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ ഫ്രൈ ആക്കിയും വെക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചിക്കൻ പീസസ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഈ ഒരു ചിക്കൻ്റെ മാരിനേഷൻ ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴുകി ഞാനൊന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷമാണ് ഇതുപോലെ റിബൺസ് അതിൻ്റെ മുകളിലായിട്ട് പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മൾ റിബൺസൊക്കെ അതിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുക. എന്ന് വെച്ച് ഒരുപാട് അങ്ങ് പ്രസ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. മുഴുവൻ റിബൺ അതിലേക്ക് കോട്ടായി കിടന്ന് ഒരുപാട് കട്ടിയിൽ റിബൺ വരുന്ന രീതിയിലും വേണ്ട. ചിക്കൻ ചെറുതായിട്ടൊന്ന് കണ്ടാലും കുഴപ്പമില്ല. ആ ഒരു രീതിയിൽ നമ്മളൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വന്ന ചിക്കൻ ഇതുപോലെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് റിബണ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൈവച്ച് പ്രസ്സായി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ചിക്കൻസും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ കുഞ്ഞു പീസാണെങ്കിൽ നമുക്ക് സ്ക്വയറിലോ അല്ലെങ്കിൽ ടൂത്ത് പിക്കിലോ ഒക്കെ കോർത്തിട്ട് അതിന് ശേഷം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഫ്രൈ ചെയ്ത് കാണാൻ തന്നെ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എണ്ണയുടെ ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം, ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. കാരണം ഇതിൻ്റെ മുകൾ ഭാഗത്തെ ആ ഒരു റിബൺസ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, ഉള്ളിലത്തെ ചിക്കൻ വേവാതെയും വരും. അതുകൊണ്ട് ആദ്യം നല്ല ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ പെട്ടെന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചിക്കനും നന്നായിട്ട് വെന്ത് കിട്ടും, മുകൾ ഭാഗത്തെ ഈ ഒരു റിബൺ നല്ലൊരു ഗോൾഡൻ കളറിൽ കിട്ടും. ആ ഒരു രീതിയിൽ ഫ്രൈ ആക്കിയെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ പൊട്ടിത്തെറിച്ചതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളല്ലേ, നമുക്ക് ഒരുപാട് ഉള്ളി വഴറ്റുകയും പിടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു സ്നാക്ക് തന്നെയാണ്. കുട്ടികളൊക്കെ നല്ല ഇഷ്ടമാവും കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒരുപാട് ഇഫ്താർ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കി നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോൻ്റെ താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ഇനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.